പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോനാഥ, ഞങ്ങൾക്ക് ഇന്നൊരു പകൽക്കാലം തന്നതിനായി നന്ദി പറയുന്നപ്പാ. ഇന്ന് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകളെയും ഓർത്ത് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്നു വഴി നടത്തിയതിനായി നന്ദി പറയുന്നു. ഈ ഒരു ദിവസം മുഴുവൻ ഞങ്ങളെല്ലാവരെയും അവിടങ്ങളിൽ അവിടുത്തെ ചിറകിൻ കീഴിൽ പരിപാലിച്ച് അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവിനാൽ നടത്തിയ ആ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. ഞങ്ങൾക്ക് കർത്താവെ ആവശ്യമായ ആഹാരപാനീയങ്ങൾ, വസ്ത്രങ്ങൾ, രോഗത്തിൽ നിന്ന് സംരക്ഷണം, കർത്താവെ യാത്രകളിൽ സഹയാത്രികനായൊക്കെയും അവിടുന്ന് കൂടെ ഇരുന്ന ആ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളെ നമുക്കൊരു തിരുവചനം വായിക്കാം. ഞാൻ എടുത്തത് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും 103-ാം അധ്യായമാണ് എടുത്തത്. അതിൻ്റെ ഏതാനും വാക്കുകൾ വായിക്കാം. 1 മുതലുള്ള വാക്കുകൾ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. കർത്താവിൻ്റെ വചനം. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. നമുക്കിത് ഒരു 5 മിനിറ്റ് നേരം ഈ കിടക്കയിലായിരുന്നു കൊണ്ട് ധ്യാനിക്കാം. നമുക്കിന്ന് ഈശോ നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് ഓരോരുത്തരും ഈശോയ്ക്ക് നന്ദി സമർപ്പിക്കണം. ഈ രാത്രിയിൽ നമ്മളെ ആരെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുകയാണെങ്കിൽ, കർത്താവെ ഞങ്ങളെ വിശുദ്ധിയോടെ ആയിരിക്കാൻ വിശുദ്ധനായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഓരോ സഹോദരങ്ങളും മക്കളും പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈശോയുടെ സന്നിധിയിൽ നമ്മളെ എപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കിടക്കുന്നതിന് ചുറ്റും 4 ചുറ്റും കുരിശ് വരയ്ക്കുക. നെറ്റിത്തടത്തിൽ കുരിശ് വരച്ച് യൂദന്മാരുടെ രാജാവായ നസ്രയേൽക്കാരനായ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ സകല പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും വിഷജന്തുക്കളുടെ കടികളിൽ നിന്നും പ്രാണികളെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.